ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഈ കൊല്ലവും പ്രീമിയർ ലീഗ് അടിക്കാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ ഏറ്റവും അധികം പണം ചെലവഴിച്ച സ്കൗട്ടിൻ്റെ ലിവർപൂളിന് എവിടെയാണ് അടിതെറ്റിയത്? ഈ സീസണിലെ ആദ്യ 7 മത്സരങ്ങളിലും ആധികാരിക വിജയം നേടിയാണ് ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിന്റെ സ്വന്തം തട്ടകമായ സെൽഹർസ്റ്റ് പാർക്കിലെത്തുന്നത്. 9-ാം മിനിറ്റിൽ തന്നെ ലിവർപൂളിനെ ഞെട്ടിച്ചുകൊണ്ട് ഇസമൈല സാർ ആദ്യ വെടിപൊട്ടിക്കുന്നു. തിരിച്ചടിക്കാൻ ലിവർപൂൾ അറ്റാക്കിംഗ് ശക്തിപ്പെടുത്തുന്നു. ഒടുവിൽ 87-ാം മിനിറ്റിൽ ഫെഡറിക്കോ ചിയസയിലൂടെ ലിവർപൂൾ സമനില പിടിക്കുന്നു. ലിവർപൂൾ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നു. ഇതിനു മുമ്പുള്ള മത്സരങ്ങളിലും 80 മിനിറ്റിന് ശേഷമായിരുന്നു ലിവർപൂളിന്റെ മിക്ക വിജയ ഗോളുകളും പിറന്നത്. ആരാധകരും ആ പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ ലിവർപൂൾ ആരാധകരെ സങ്കടത്തിലാഴ്ത്തി എഡി നെക്കേറ്റിയ ക്രിസ്റ്റൽ പാലസിന്റെ വിജയ ഗോൾ നേടുന്നു. ലിവർപൂളിന് സീസണിലെ ആദ്യ തോൽവി. എന്നാൽ അത് വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. പിന്നീട് കളിച്ച 7 മത്സരങ്ങളിൽ 6ലും തോറ്റു. വിജയിക്കാനായത് ചാമ്പ്യൻസ് ലീഗിൽ ഫ്രാങ്ക്ഫർട്ടിനെതിരായ മത്സരം മാത്രം. പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റു. അവസാനം EFL കപ്പിൽ നിന്നും പുറത്തായി. ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ 5018 കോടി മുടക്കിയ ടീമിനാണ് ഈ ഗതി വന്നത്. ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ആദ്യമായാണ് ഒരു ടീം 5000 കോടിയിലധികം രൂപ ഒരൊറ്റ ട്രാൻസ്ഫർ വിൻഡോയിൽ മുടക്കുന്നത്. അതും പ്രീമിയർ ലീഗിലെ ട്രാൻസ്ഫർ റെക്കോർഡ് 2 തവണ തകർത്തുകൊണ്ട്. ആദ്യം ഫ്ലോറിയാൻ വിറ്റ്സും പിന്നെ ന്യൂകാസിൽ നിന്ന് അലക്സാണ്ടർ ഇസാക്കും. ഡിഫൻസാണ് ടീമിൻ്റെ പ്രധാന പ്രശ്നം. സെൻട്രൽ ബാക്ക് ഇബ്രാഹിമ കൊണാട്ടിയുടെ സ്ഥിരതയില്ലായ്മയാണ് ടീമിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി ലോകത്തെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായി തുടരുന്ന ക്യാപ്റ്റൻ വെർജിൽ വാൻ ഡൈക്കും ഫോമിലല്ല. ഈ സീസണിലെ 14 മത്സരങ്ങളിൽ നിന്നായി 22 ഗോളുകളാണ് ലിവർപൂൾ വഴങ്ങിയത്. ലിവർപൂളിൻ്റെ സ്റ്റാർ പ്ലെയർ മുഹമ്മദ് സല ആദ്യ മത്സരങ്ങളിൽ പുറത്തെടുത്ത മികച്ച പ്രകടനങ്ങൾ മാറ്റി നിർത്തിയാൽ താരവും ഫോമിലല്ല. കഴിഞ്ഞ സീസണിൽ 29 ഗോളുകളുമായി സല ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയപ്പോൾ 23 ഗോളുമായി രണ്ടാമതെത്തിയത് ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ അലക്സാണ്ടർ ഇസാക്കായിരുന്നു. ഇസാക്കിന് ഇതുവരെ ലിവർപൂളിൽ താളം കണ്ടെത്താനായിട്ടില്ല. ഈ സീസണിൽ ലിവർപൂൾ ആരാധകർ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് അവർ ലൂസോ എന്ന് ഓമന പേരിട്ട് വിളിച്ച ലൂയിസ് ഡയാസിനെ ആയിരിക്കും. ഡയാസിൻ്റെ വിടവ് നികത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഡയാസ് ആണെങ്കിൽ ബയേണിൽ ഗോളടിച്ച് കൂട്ടുകയാണ്. പുതുതായി ടീമിലെത്തിയ ആർക്കും ഇതുവരെയും ടീമിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ഹ്യൂഗോ എക്കിറ്റിക്കയാണ് പിന്നെയും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നത്. മുമ്പ് റയലിൽ ഗലാറ്റിക്കോസിന് സംഭവിച്ച അതേ ദുരന്തം തന്നെയാണ് ലിവർപൂളിനെ തേടിയെത്തിയിരിക്കുന്നത്. പക്ഷേ ലീഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും 29 മത്സരങ്ങൾ ബാക്കിയുണ്ട്. നിലവിൽ 1-ാം സ്ഥാനത്തുള്ള ആഴ്സണലുമായി 7 പോയിന്റ് വ്യത്യാസം മാത്രമേ ലിവർപൂളിനുള്ളൂ. അതിനാൽ തന്നെ ലിവർപൂളിനെ ഇപ്പോഴേ എഴുത്തള്ളുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഇത് ലിവർപൂളാണ്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ടീം. ലിവർപൂൾ തിരിച്ചു വരും, അത് ഉറപ്പാണ്.